ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് എന്ന് പറയുന്നത് എല്ലാ ഇൻ്റർവ്യൂവിലും ചോദിക്കുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ഇല്ലാതെ ഒരു ഇൻ്റർവ്യൂ സാധാരണഗതിയിൽ പോകാറില്ല. അത് പലതരത്തിൽ ചോദിക്കാറുണ്ട്. ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്, വോക്ക് മീ ത്രൂ യുവർ റെസ്യൂമേ, ടെൽ മീ അബൌട്ട് യുവർ സെൽഫ്, ഇങ്ങനെ പലതരത്തിൽ. മിക്കവരും അത് ജസ്റ്റ് റാൻഡമായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ യൂസ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. അവിടെ ചെല്ലുമ്പോൾ നമ്മൾ നെർവസ് ആയിരിക്കും. ആ സമയത്ത് നമ്മുടെ തോട്ട്സിനെ കറക്റ്റായിട്ട് ഓർഗനൈസ് ചെയ്ത് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നതിൽ നമുക്ക് ബുദ്ധിമുട്ട് വരും. ഇവിടെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ട്രിക്കാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫോമാറ്റിൻ്റെ പേര് ESA എന്നാണ്. ESA മീൻസ് ലൈക്ക് എക്സ്പീരിയൻസ്, സ്കിൽസ് ആൻഡ് അച്ചീവ്മെൻറ്റ്സ്. എല്ലാ ടെൽ മീ അബൌട്ട് യുവർ സെൽഫിലും നിങ്ങളുടെ പേര് വെച്ച് തന്നെ തുടങ്ങണം എന്ന് നിർബന്ധമില്ല. നിങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ചും തുടങ്ങാം. അതായത് നിങ്ങളുടെ റോൾ വെച്ച് സ്റ്റാർട്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഐ എം എ മാർക്കറ്റിംഗ് മാനേജർ വിത്ത് 5+ years ഓഫ് എക്സ്പീരിയൻസ് ഇൻ ഏതൊക്കെ ഇൻഡസ്ട്രീസിലാണ്, ഏതൊക്കെ സെക്ടറിലാണ്, ഏതൊക്കെ രാജ്യങ്ങളിൽ നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ എക്സ്പീരിയൻസിനെ കുറിച്ച് ഉള്ള ഒരു ഷോർട്ട് സമ്മറിയാണ് അവിടെ പറയേണ്ടത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്കിൽസാണ്. നിങ്ങളൊരു മാർക്കറ്റിംഗ് മാനേജറായിട്ടാണ് ഇൻ്റർവ്യൂവിന് പോകുന്നതെങ്കിൽ, ആ റോളിലേക്കാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് പറയാം നിങ്ങൾക്ക് നല്ലൊരു അനലിറ്റിക്കൽ സ്കിൽസ് ഉണ്ട്, അതാണ് ആ റോളിന് വേണ്ട കോർ സ്കില്ലെന്ന് വെക്കുക. അപ്പോൾ എൻ്റെ ലാസ്റ്റ് റോളിൽ എൻ്റെ കമ്പനിയിലേക്ക് കസ്റ്റമർ എൻഗേജ്മെൻറ്റ് വളരെ കുറവാണെന്ന് ഞാൻ കണ്ടെത്തി. So I studied, I analyzed and I did X and Y so that this X% of results came. അങ്ങനെയുള്ള രീതിയിൽ നമുക്ക് ആ പ്രൂഫ് കൊടുത്തിട്ട് ആ സ്കില്ലിനെ ബാക്കപ്പ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് എന്ന് പറയുന്നത് അച്ചീവ്മെൻറ്റ്സ്. നിങ്ങളുടെ ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള ഒരു അച്ചീവ്മെൻറ്റ്, ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ളത് പറയാം. അതെപ്പോഴും ഇൻ്റർവ്യൂവറിൻ്റെ ക്യൂരിയോസിറ്റി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഡ്രിവൺ ചെയ്യുന്നത് പോലെ അവരടുത്ത ക്വസ്റ്റ്യൻ അതിൽ നിന്ന് ചോദിക്കണം. ആ രീതിയിൽ അച്ചീവ്മെൻറ്റിനെ പ്രസൻറ്റ് ചെയ്യാം. ലാസ്റ്റ് ഒരു പേഴ്സണൽ ടച്ചിൽ എൻഡപ്പ് ചെയ്യാം. പേഴ്സണൽ ടച്ച് എന്ന് പറയുന്നത് ഇതിവിടെ ഒരു വളരെ ട്രിക്കി ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. നിങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഇൻ്റർവ്യൂവറിനെ കുറിച്ച് എന്തെങ്കിലും ഒരു അറിവ് നിങ്ങൾക്ക് കിട്ടുവാണേ അതിനെക്കുറിച്ച് പഠിക്കുക. അപ്പോൾ അയാൾക്കൊരു ട്രാവലിംഗ് ഇഷ്ടമുള്ള ഒരാളാണ്, അയാൾക്കല്ലെങ്കിൽ റീഡിങ് ഭയങ്കര ഇഷ്ടമാണ്, അയാളുടെ ലിങ്ക്ഡിനൊക്കെ നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അതുമായിട്ട് റിലേറ്റബിൾ ആയിട്ടുള്ള റെസണേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഹോബി ഉണ്ടെങ്കിൽ ആ ഹോബി ഈ ലാസ്റ്റ് പോർഷനിൽ പറയാം. അപ്പോൾ നമ്മളവിടെ ഒരു കോമൺ ഗ്രൗണ്ട് ഉണ്ടാക്കിയെടുക്കുകയാണ്. കോൺവെർസേഷണലായിട്ട് നമ്മുടെ ഇൻ്റർവ്യൂവിനെ നമുക്ക് മാറ്റാൻ പറ്റും, നമുക്കവിടെ സ്കോർ ചെയ്യാനും പറ്റും. സോ അപ്പോൾ നമ്മൾ ഈ ഒരു ഫോമാറ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്ററായിട്ട് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ പറയാം.